ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്ററായ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 2ാമത്തെ സെഷനാണ്. ആദ്യത്തെ സെഷനിൽ നമ്മൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. ആദ്യത്തെ 2 ന്യൂട്ടൺ ലോസ് ഓഫ് മോഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. ആകെ മൊത്തം 3 ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനാണ് ഉള്ളത്. അതിൽ 3ാമത്തെ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഫോഴ്സിനെ കുറിച്ചും ഭൗതിക അളവായ ഫോഴ്സ്, ശക്തി എന്ന് പറഞ്ഞ ഭൗതിക അളവിനെ കുറിച്ചും അതേപോലെ മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം എന്താണ് എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ആ സെഷൻ കാണാത്തവർ ദയവേത് അതൊന്ന് കണ്ടിട്ട് വരിക. ഈ സെഷൻ കാണാൻ നിർബന്ധമായിട്ടും അത് കണ്ടിരിക്കണം. അപ്പോൾ അത് ഇവിടെ കാർഡ്സിൽ ഉണ്ടാവുന്നതായിരിക്കും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ അവയുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ ഇതിന് മുന്നത്തെ ചാപ്റ്റേഴ്സും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ചാപ്റ്റർ നമ്പർ 4 ആയ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വെക്ടേഴ്സ് എന്ന് പറഞ്ഞ പോർഷൻ കാണുന്നത് ഈ സെഷൻ കാണാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരിക്കൽ കൂടി അവയുടെ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ന്യൂട്ടൺസ് തേർഡ് ലോയിനെ കുറിച്ചും പിന്നെ അതേപോലെ എലിവേറ്ററിൻ്റെ കേസസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്തുകൊള്ളട്ടെ, ഫിസിക്സ് പഠിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ടും വളരെ ഇഷ്ടത്തോടെയും നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അയ്യോ പഠിക്കണമല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടായിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് തോന്നത്തുള്ളൂ. ഏത് പരീക്ഷയാണെന്നുണ്ടെങ്കിലും ബേസിക്സ് മനസ്സിലായാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വളരെ എളുപ്പമായിട്ട് പറഞ്ഞുതരാൻ ശ്രമിക്കാം. എല്ലാം മനസ്സിലാക്കി പോകാൻ ശ്രമിക്കുക. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ താഴെ കമൻസിൽ പോയി നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എഴുതുക. ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോകാം. ഞാൻ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ന്യൂട്ടൺസ് തേർഡ് ലോ പഠിക്കുന്ന മുന്നേ അതിന് വേണ്ടിയിട്ട് അതിന് റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയ ഇമ്പൾസ് എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇമ്പൾസ്? മെഷർ ഓഫ് ടോട്ടൽ എഫക്റ്റ് ഓഫ് എ ഫോഴ്സ്. അതിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. ഒരു ഫോഴ്സിൻ്റെ ടോട്ടൽ എഫക്റ്റ്, ഞാൻ ഒരാളെ ഇടിച്ചു എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫോഴ്സ് ഇമ്പാർട്ട് ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ, ആ ഫോഴ്സിൻ്റെ ടോട്ടൽ എഫക്റ്റ് ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പൾസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇമ്പൾസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ആവറേജ് ഫോഴ്സ് ഇൻറ്റു ടൈം. ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തു, അത് ആവറേജ് ആയി എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തു, അപ്പോൾ ഇതിൻ്റെ ആവറേജ് ഫോഴ്സ് എടുക്കണം, എന്നിട്ട് അത് ഇൻറ്റു ടൈം ചെയ്യണം. അതായിരിക്കും നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ 5 കാര്യങ്ങൾ പറയേണ്ടതാണ്. ആദ്യം അതിൻ്റെ ഡെഫിനേഷൻ പറയണം. ഇപ്പോൾ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു, മെഷർ ഓഫ് ടോട്ടൽ എഫക്റ്റ് ഓഫ് എ ഫോഴ്സ്. അതിനാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ മലയാളത്തിൽ ആവേഗം എന്നും പറയും. ഓക്കെ, അതിൻ്റെ എക്സ്പ്രഷൻ പറഞ്ഞു, ഇമ്പൾസ് ഈക്വൽ ടു ആവറേജ് ഫോഴ്സ് ഇൻറ്റു ടൈം. ഇനി ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആവറേജ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ്. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമ്മളിത് പഠിച്ചായിരുന്നു. ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത് എന്തുവാ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ് ഫോഴ്സ് എന്ന് ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം മൊമെൻറ്റം ചേഞ്ച് ആവുന്നു, ഒരു സാധനത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം എത്ര ചേഞ്ച് ആവുന്നു. മൊമെൻറ്റം പറയുവാണെങ്കിൽ മൊമെൻറ്റം എത്ര ചേഞ്ച് ആവുന്നു. മാസ് പറയുവാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് എത്ര ചേഞ്ച് ആവുന്നു, അതായിരിക്കും ന്യൂമറേറ്ററിൽ വരേണ്ടത്. ഡിവൈഡഡ് ബൈ ടൈം എത്ര ചേഞ്ച് ആവുന്നു, എത്ര സമയത്ത് ആ ചേഞ്ച് സംഭവിച്ചു. അതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ് ഫോഴ്സ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ടൈം ആണ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഈ ഡെൽറ്റ ടി കട്ട് ചെയ്ത് പോകും. ഡെൽറ്റ പി തന്നെ ആയിരിക്കും നമുക്ക് ഇമ്പൾസ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ P2 - P1 എന്ന് വേണമെങ്കിൽ എഴുതാം. ഫൈനൽ മൊമെൻറ്റം P2 ആയിരുന്നു, ഇനിഷ്യൽ മൊമെൻറ്റം P1 ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കതിനെ P2 - P1 അല്ലെങ്കിൽ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം, ചില ടെക്സ്റ്റ് ബുക്കിൽ PF - PI എന്നും എഴുതും. രണ്ടും ഒന്ന് തന്നെയാണ്. അവസാനം എത്ര മൊമെൻറ്റം ഉണ്ടായിരുന്നു മൈനസ് ഇനിഷ്യലി ആദ്യം എത്ര മൊമെൻറ്റം ഉണ്ടായിരുന്നു, അതായിരിക്കും നമുക്ക് ഇമ്പൾസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഇനി ശ്രദ്ധിക്കാം, അപ്പോൾ നമ്മൾ പറഞ്ഞത് PF - PI ആയിരുന്നു. അപ്പോൾ ഇൻ എഫക്റ്റ് ഇമ്പൾസ് ഇസ് ദ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം. എത്രത്തോളം മൊമെൻറ്റത്തിന് ചേഞ്ച് ഉണ്ടായി അതിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. വൈൽ കാച്ചിങ് എ ബോൾ എ കാച്ചർ ലോവേഴ്സ് ഹിസ് ഹാൻഡ്സ് ടു ഇൻക്രീസ് ഡെൽറ്റ ടി. നിങ്ങൾ ക്രിക്കറ്റ് ഒക്കെ കളിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ ഇത് അനുഭവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ TV-യിൽ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. എന്താ ചെയ്യുന്നത്? ഒരാൾ ക്രിക്കറ്റ് ബോൾ അടിച്ചു പൊന്തിച്ചു, നമ്മൾ ക്യാച്ച് പിടിക്കാൻ വരുവാണെന്ന് വിചാരിക്കാം. ക്യാച്ച് പിടിക്കാൻ വരുമ്പോൾ ക്യാച്ച് ഇങ്ങനെ കൈ വെച്ചിട്ട് ബോൾ ഇങ്ങനെ വന്ന് വീഴുമ്പോൾ കൈ അങ്ങനെ വെച്ചേക്കില്ല ചെയ്യുന്നത്. പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? കൈ പിടിച്ചിട്ട് കൈ ഇങ്ങനെ ബാക്കിലോട്ട് കൊണ്ടുവരും. ഓക്കെ, അല്ലെങ്കിൽ കൈ ഇങ്ങനെ ഒരു ആക്ഷൻ നമ്മൾ ചെയ്യും. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? നമ്മൾ വെറുതെ കൈ ഇങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ആ വരുന്ന ബോൾ ഇമ്പാർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഇൻസ്റ്റൻറ്റിലായിരിക്കും. നമ്മൾ കൈ താഴ്ത്തും തോറും ആ ഡെൽറ്റ ടി നമ്മൾ കൂട്ടുവാണ്. നമുക്ക് എന്താ അറിയാമെന്ന് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. F എന്ന് പറയുന്നത് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ്.
അപ്പോൾ എനിക്ക് ഈ ഡെൽറ്റ പി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലായിരിക്കും ആ ബോൾ വരുന്നത്. ഫൈനലി ആ ബോളിന് 0 വെലോസിറ്റി ആവണം. അപ്പോൾ ഈ ഡെൽറ്റ പി ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വരുന്ന ഫോഴ്സ് എനിക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഡെൽറ്റ ടി കൂട്ടിയാൽ മതി. ഡിനോമിനേറ്റർ കൂട്ടിയാൽ മതി. ന്യൂമറേറ്റർ കോൺസ്റ്റന്റ് ആണ്, ന്യൂമറേറ്ററിന് വ്യത്യാസമൊന്നും വരത്തില്ല. ബോളിൻ്റെ മാസ് കോൺസ്റ്റന്റ് ആണ്. ബോൾ വരുന്ന വെലോസിറ്റി എത്രയാണോ അത് നിൽക്കുന്ന വെലോസിറ്റി എല്ലാം ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഡെൽറ്റ പി കോൺസ്റ്റന്റ് ആണ്. ഡെൽറ്റ ടി കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ടാവുന്ന ഫോഴ്സ് എനിക്ക് കുറയ്ക്കാം. അപ്പോൾ ഞാൻ വെറുതെ കൈ ഇങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ബോൾ ഇങ്ങനെ വന്ന് വീഴുന്നു. ആ ഒരു ഇൻസ്റ്റൻറ്റിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലായിരിക്കും അത് വീഴുന്നത്. ഞാനിങ്ങനെ താഴ്ത്തും തോറും ആ ഡെൽറ്റ ടി എത്രത്തോളം താഴ്ത്തുന്നു അത്രയും ഡെൽറ്റ ടി കൂടുവാണ്, അത്രയും സമയം ഞാൻ ക്യാച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഡെൽറ്റ ടി ഞാൻ കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എഫ് കുറയുന്നതായിരിക്കും. ഇതൊരു എക്സാമ്പിളാണ് ഇമ്പൾസിന്. അതാണ് പറയുന്നത് എത്രയാണ് ആ ചേഞ്ച് ഇൻ മൊമെൻറ്റം എടുത്തു എന്നുള്ളതാണ് ഇമ്പൾസ് നമ്മൾ പറയുന്നത്. ആ ഡെൽറ്റ ടി കൂട്ടും തോറും നമുക്ക് ഫോഴ്സ് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പലപ്പോഴും നമ്മളിപ്പോൾ മുകളിൽ നിന്ന് ചാടി തറയിൽ വീഴുമ്പോൾ ഒരു പരന്ന സർഫസിൽ വീഴുവാണെന്ന് വിചാരിക്കുക. കോൺക്രീറ്റിൽ ചെന്ന് വീഴുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നമുക്ക് ഡാമേജ് കുറവ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് കുറവെന്ന് പറയുന്നത് ചെളിവെള്ളത്തിൽ വീഴുമ്പോഴായിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് ചെളിവെള്ളത്തിൽ വീഴുമ്പോൾ നമ്മൾ താഴോട്ട് വീഴുമ്പോൾ നമ്മുടെ കൂടെ തന്നെ ആ ഭൂമിയും അങ്ങോട്ട് കുറച്ച് താഴ്ന്നു തരുവാണ്. ആ ചെളിവെള്ളം എന്ന് പറയുന്നത് കുറച്ച് താഴ്ന്നു തരും, അല്ലെങ്കിൽ ആ മഡ് എന്ന് പറയുന്നത് കുറച്ച് താഴാനുള്ള കേപ്പബിലിറ്റി അതിനുണ്ട്. അപ്പോൾ അവിടെ ഡെൽറ്റ ടി കൂടുവാണ്. കോൺക്രീറ്റ് ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും, നമ്മൾ പോയി ഇടിക്കുമ്പോൾ ആ ഒരു ഇൻസ്റ്റന്റിലായിരിക്കും അവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ മൊമെന്റം സംഭവിക്കുന്നത്. ഇതും ഇമ്പൾസിന് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് ഇമ്പൾസ് വെച്ച് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ ബാറ്റ്സ്മാൻ ഹിറ്റ്സ് back and changes the direction of a ball 180 degree without changing the speed. ഒരു ബോൾ വരുവാണ്, ആ ബോളിനെ ഒരു ബാറ്റ്സ്മാൻ അടിച്ചു. ഓക്കെ, അടിച്ച് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അതേ സ്പീഡിൽ അതിനെ അടിച്ചു വിട്ടു. എത്ര സ്പീഡിലാണോ വന്നത് അതിനെ 180 ഡിഗ്രി ഓപ്പോസിറ്റ്, 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നതിനെ നേരെ തിരിച്ചു വിട്ടു. ഓക്കെ, അതേ സ്പീഡിൽ തിരിച്ചു വിട്ടു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇഫ് ദ ബോൾ വെയ്സ് 200 ഗ്രാം, ബോളിന്റെ മാസ് തന്നിട്ടുണ്ട് m, 200 ഗ്രാം ആണ്. 200 ഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ SI യൂണിറ്റിൽ എഴുതണം 0.2 kg, SI യൂണിറ്റ് കിലോഗ്രാം ആണ്. ഓക്കെ, ആൻഡ് വാസ് ട്രാവലിംഗ് ഇനീഷ്യലി അറ്റ് 12 മീറ്റർ പെർ സെക്കൻഡ്. ഇനീഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 12 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. v നമുക്കറിയാം, v എന്ന് പറയുന്നത് 12 മീറ്റർ പെർ സെക്കൻഡിൽ വന്നു, അതിനെ 180 ഡിഗ്രി തിരിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ -12 ആയിരിക്കും. ഇത് വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് 12 മീറ്റർ പെർ സെക്കൻഡ് പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നേരെ തിരിച്ചു വിട്ടത് -12 ആയിട്ട് എടുക്കണം. ഓക്കെ, എന്താ ചോദ്യം? വാട്ട് ഈസ് ദ ഇമ്പൾസ് ഇമ്പാർട്ടഡ്? എന്താണ് ഇമ്പൾസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇമ്പൾസ് നമുക്കറിയാം ഡെൽറ്റ പി ആണ്. ഡെൽറ്റ പി എന്ന് പറയുന്നത് പി ഫൈനൽ മൈനസ് പി ഇനീഷ്യൽ ആണ്. ഓക്കെ, ഫൈനൽ പി നമുക്കറിയാം m ഇൻറ്റു വി വെലോസിറ്റിയിലാണ് ഇത് തിരിച്ചു പോയത്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഉള്ള മൊമെൻറ്റം എന്ന് പറയുന്നത് m ഇൻറ്റു വി ആയിരിക്കും. അപ്പോൾ m ഇൻറ്റു വി മൈനസ് ആദ്യം വന്നപ്പോൾ m ഇൻറ്റു യു, ഇനിഷ്യൽ മൊമെൻറ്റം പി ഐ എന്ന് പറയുന്നത് m ഇൻറ്റു യു ആയിരിക്കും. m ഇൻറ്റു യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m ഇൻറ്റു വി മൈനസ് യു ആയിരിക്കും. ദാറ്റ് ഈസ് 0.2 ഇൻറ്റു -12 -12 അല്ലേ? ഇത് v -12 ആണ്. അപ്പോൾ ഇത് -12 മൈനസ് +12 എന്ന് പറഞ്ഞാൽ -12. അപ്പോൾ -24. ദാറ്റ് ഈസ് -4.8. ഇതിൻ്റെ യൂണിറ്റ് എപ്പോഴും, ഇമ്പൾസിൻ്റെ യൂണിറ്റ് എപ്പോഴും ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കണം? അത് തന്നെ ആയിരിക്കും ഇമ്പൾസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ശ്രദ്ധിക്കുക, ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട് ഇമ്പൾസ് പറയുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി 5 കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡെഫിനിഷനും എക്സ്പ്രഷനും നമ്മൾ പറഞ്ഞു. യൂണിറ്റ് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. യൂണിറ്റ് എന്ന് പറയുന്നത് മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്താണോ അത് തന്നെ ആയിരിക്കും, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഡയമെൻഷൻ ഇത് നോക്കി തന്നെ നമുക്ക് ഡയമെൻഷൻ എഴുതാം. എന്തായിരിക്കും ഡയമെൻഷൻ? കിലോഗ്രാം kg മാസ് ആണ്, അപ്പോൾ m, മീറ്റർ ലെങ്ത് ആണ് l, ബൈ സെക്കൻഡ് ടൈം ആണ് t⁻⁻1. ഇതായിരിക്കും ഇതിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ഇത് സ്കെയിലർ ആണോ വെക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഈ മൊമെൻറ്റം എന്ന് പറയുന്നത് വെക്ടർ ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാലും അത് വെക്ടർ ക്വാണ്ടിറ്റി തന്നെ ആയിരിക്കും. രണ്ട് വെക്ടർ ക്വാണ്ടിറ്റീസിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് കിട്ടുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി തന്നെയായിരിക്കും. അപ്പോൾ അതാണ് ഇമ്പൾസ്. ഇനി നമുക്ക് തേർഡ് ലോയിലോട്ട് വരാം. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്യം തന്നെയാണ്. അതാണ് ഈ ന്യൂട്ടൺസ് തേർഡ് ലോയുടെ പ്രത്യേകത. അത് അത്ര ഐക്കോണിക് ആയിട്ടുള്ള ഒരു ലോ ആയിരുന്നു. അത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഭാഷയിൽ തന്നെ അത് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്താ പറയുന്നത്? നീ അടിച്ചാൽ ഞാൻ നിന്നെ തിരിച്ചടിക്കും, എന്നെ തൊട്ടാൽ. അത് തന്നെയാണ് ന്യൂട്ടൺസ് തേർഡ് ലോ പറയുന്നത്. ഏതൊരു ആക്ഷനും
ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. ഈ റിയാക്ഷൻ ആക്ഷൻ എന്ന് ന്യൂട്ടൺ ഉദ്ദേശിക്കുന്നത് ഫോഴ്സസ് തന്നെയാണ്. അപ്പോൾ ഏത് ബോഡിയിൽ ഒരു ഫോഴ്സ് വന്നു കഴിഞ്ഞാലും അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റായി ആ ബോഡിയും ഒരു ഫോഴ്സ് തിരിച്ച് തരും. ഇതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ പറയുന്നത്. ഒരിക്കൽ കൂടി, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു സ്പ്രിങ്ങിനെ ഞാൻ വലിച്ചു പിടിച്ചു, വിട്ട് കഴിഞ്ഞാൽ സ്പ്രിങ് തിരിച്ച് അങ്ങോട്ട് പോകും. അപ്പോൾ സ്പ്രിങ്ങിനെ വലിച്ചു പിടിക്കുമ്പോൾ സ്പ്രിങ് എൻ്റെ കയ്യിൽ ഒരു ഫോഴ്സ് തരുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വേദന എടുക്കുന്നത്. ഒരുപാട് നേരം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ശക്തി വേണം സ്പ്രിങ് പിടിച്ച് വലിക്കാൻ. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മതിലിന് തള്ളിക്കഴിഞ്ഞാൽ അത്രയും ഫോഴ്സ് തന്നെ ഈ മതിൽ എൻ്റെ കയ്യിലും ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കൈ വേദന എടുക്കുന്നത് കുറേ നേരം ഞാൻ തള്ളിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഏത് ബോഡിയിൽ ഒരു ഫോഴ്സ് വന്നു കഴിഞ്ഞാലും അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റായി ആ ബോഡിയിൽ നിന്നും ഒരു റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് യു പുൾ എ സ്ട്രിങ് ഇറ്റ് പുൾസ് യു ബാക്ക്. നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ആ അതേ എഫക്റ്റ് അത് നമ്മുടെ കയ്യിലും കൂടെ തരുന്നതായിരിക്കും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, കുറച്ച് പ്രോപ്പർട്ടീസ് മനസ്സിലാവാൻ വേണ്ടി കുറച്ച് പ്രോപ്പർട്ടീസ് ഞാൻ പറയാം. ഫോഴ്സ് occurs in a pair. ഓക്കെ, ഫോഴ്സ് ഓൺ എ ബോഡി A by B is equal and opposite to force on body B by A. Let's say ഞാൻ ഇത് ബോഡി A എന്ന് പറയുവാണ്, ഇത് ബോഡി B ആണ്. ഓക്കെ, ഞാൻ A വെച്ച് ബീനെ തള്ളി. ഓക്കെ, അപ്പോൾ A കാരണം ബിയിൽ ഒരു ഫോഴ്സ് ഉണ്ടായി, അതിന് ഈക്വലും ഓപ്പോസിറ്റുമായിരിക്കും ബി കാരണം എയിൽ ഉണ്ടാവുന്ന ഫോഴ്സ്. ഞാനൊരു പടം വരച്ച് കാണിക്കുവാണെന്നുണ്ടെങ്കിൽ, ഇതൊരു ബോഡിയാണെന്ന് വിചാരിക്കുക, ഇത് മറ്റൊരു ബോഡിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് എ ആണ്, ഇത് ബി ആണ്. ഇതിൽ ഉണ്ടാവുന്ന എ കാരണം ബിയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എത്രയാണോ അതിൻ്റെ ഈക്വലും ഓപ്പോസിറ്റുമായിരിക്കും ഈ ബി കാരണം എയിൽ ഉണ്ടാവുന്ന ഫോഴ്സ്. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കലി എഴുതി കഴിഞ്ഞാൽ എഫ് എ ബി, എ കാരണം ബിയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് എഫ് ബി എ ആയിരിക്കും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ബോത്ത് ഫോഴ്സ് ആക്ട് ഓൺ ദ സെയിം ഇൻസ്റ്റന്റ് ആൻഡ് ഐദർ ഓഫ് ദം ക്യാൻ ബി കോൾഡ് ആസ് ആൻ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ഇതിന് ഏതിനെയാണ് ആക്ഷൻ ഏതിനെ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത് നമ്മുടെ ഒരു ഇഷ്ടമാണ്. ഓക്കെ, ഇത് രണ്ടും ഒരേ സമയത്തായിരിക്കും ഉണ്ടാകുന്നത്. ഞാൻ എത്ര നേരം ഇതിനെ പിടിച്ച് തള്ളുന്നു അത്രയും നേരം അതും എന്നെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ഞാൻ വിട്ടു കഴിഞ്ഞാൽ അതും വിടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ തള്ളുന്നതിനാണോ ആക്ഷൻ എന്ന് വിളിക്കേണ്ടത് അതോ അത് എന്നിലോട്ട് തരുന്നതാണോ ആക്ഷൻ എന്ന് വിളിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ വേണമെങ്കിൽ ഞാൻ തള്ളുന്നതിന് ആക്ഷൻ എന്ന് വിളിക്കാം, മറ്റേതിനെ റിയാക്ഷൻ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ തിരിച്ച് മറ്റേ തള്ളുന്നതിന് ആക്ഷനും ഞാൻ തള്ളുന്നതിന് റിയാക്ഷൻ എന്ന് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. ഇഫ് വി കൺസിഡർ ദ മോഷൻ ഓഫ് ഓൺലി വൺ ബോഡി എ ഓർ ബി വി കാനോട്ട് ക്യാൻസൽ ദീസ് ഫോഴ്സസ്. എൻ്റെ കൈ മാത്രമാണ് ഞാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു, ആ ഫോഴ്സ് ഇങ്ങോട്ട് കിട്ടുന്നു. പക്ഷെ എൻ്റെ കൈ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഫോഴ്സ് ഇങ്ങോട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. ശരിയാണോ? ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സ് ആ സിസ്റ്റത്തിൽ ഇല്ല. അപ്പോൾ എനിക്ക് ആ രണ്ട് ഫോഴ്സിനെയും ക്യാൻസൽ ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല എൻ്റെ കൈ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് സെന്റൻസ് ശ്രദ്ധിക്കാം. ബട്ട് ഇഫ് വി കൺസിഡർ ബോത്ത് ബോഡീസ് ആസ് എ സിസ്റ്റം then the net force can be nullified. ഈ രണ്ട് ബോഡീനെ ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് രണ്ട് ഫോഴ്സിനെയും നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും മോഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു ബോഡീനെ കൺസിഡർ ചെയ്യാറുള്ളൂ. ഇപ്പം ഞാൻ പറയുകയാണ്, ഒരു കാർ പോയി മതിലിനെ ഇടിച്ചു. ഞാൻ കാറിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പോൾ മതിലിലോട്ട് ഇടിക്കുമ്പോൾ ആ മതിൽ കാറിൽ ഒരു ഫോഴ്സ് ഉണ്ടാക്കി എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. മതിലിനെയും കൂടെ കൺസിഡർ ചെയ്താൽ മാത്രമേ അതിൻ്റെ റിയാക്ഷനും കൂടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഉള്ളൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കിത് കുറച്ച് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ശ്രദ്ധിക്കുക, ഇതാണ് ക്വസ്റ്റ്യൻ. ടു ഐഡന്റിക്കൽ ബോൾസ് സ്ട്രൈക്ക് എ വാൾ അറ്റ് സെയിം സ്പീഡ് ബട്ട് ഡിഫറെൻറ്റ് ആംഗിൾസ്. രണ്ട് ബോൾ ഉണ്ട് ഇവിടെ കാണിച്ച പോലെ. രണ്ട് ബോളിനും സെയിം മാസ് ആണ്. അത് മാസ് ആണെന്ന് എങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഐഡന്റിക്കൽ ബോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേപോലെയുള്ള രണ്ട് ബോളാണ്, രണ്ടും സെയിം മാസ് ആണ്. രണ്ടും ഒരേ സ്പീഡിൽ വന്ന് മതിലിൽ ഇടിക്കുന്നു. ഒന്ന് നേരെ വന്ന് ഇടിക്കുന്നു, ഒന്ന് 30 ഡിഗ്രി ആംഗിളിൽ വന്ന് ഇടിക്കുന്നു. നോർമലിന് 30 ഡിഗ്രി ആംഗിളിൽ. ഓക്കെ ഓക്കെ ടു ഗെറ്റ് റിഫ്ലക്റ്റഡ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ സ്പീഡ്. ഇടിച്ചിട്ട് തിരിച്ചു പോകുന്നു, റിഫ്ലക്റ്റ് ആയി പോകുന്നു, അതും സെയിം സ്പീഡിലാണ് റിഫ്ലക്റ്റ് ആയി പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ആൻഡ് റേഷ്യോ ഓഫ് ഇമ്പൾസസ് ഇമ്പാർട്ടഡ് ബൈ ദ ബോൾ. എങ്ങനെയായിരിക്കും അതിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, തിരിച്ചു പോകുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, ആൻഡ് എത്രയായിരിക്കും ഇതിലുണ്ടാവുന്ന ഇമ്പൾസിൻ്റെ റേഷ്യോ. ഇത് രണ്ടിലും രണ്ട് രീതിയിലായിരിക്കും ഇമ്പൾസ് ഇമ്പാർട്ട് ആവുന്നത്. എത്രയായിരിക്കും ആ ഇമ്പൾസ് ഇമ്പാർട്ട് ആയതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കാം, ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. പലപ്പോഴും ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ചോദിക്കുമ്പോഴാണ് നമുക്ക് തേർഡ് ലോയുടെ ഉപയോഗം വരുന്നത്. കാരണം എന്താ, തേർഡ് ലോ എപ്പോഴും പറയുന്നത് ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നു അതിൻ്റെ നേരെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും റിയാക്റ്റീവ് ഫോഴ്സ് വരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബോൾ നേരെ പോയി ഇടിച്ചു കഴിഞ്ഞാൽ നേരെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇൻറ്റ്യൂട്ടീവായി തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ ബോൾ അടിക്കുമ്പോൾ ഫോഴ്സ് നോർമലാണ്, 90 ഡിഗ്രി ടു ദ വോൾ ആണ്.
പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഇവിടെ ഇടിക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം ഫോഴ്സ് 30 ഡിഗ്രിയിലാണ് ആക്ട് ചെയ്യുന്നത് എന്ന് തോന്നിയേക്കാം. ഓക്കെ, പക്ഷെ അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. പകരം ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് നോർമൽ ടു ദ വോൾ ആയിരിക്കും. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ, ഫോഴ്സ് ഇങ്ങനെ ആയിരുന്നു ആക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ ബോൾ ഇങ്ങനെ വന്ന് ഇടിച്ചിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുമായിരുന്നു. എന്താ ന്യൂട്ടൺസ് ലോ എന്താ പറയുന്നത്? എങ്ങോട്ടാണോ ഫോഴ്സ് കൊടുത്തത് അങ്ങോട്ട് തന്നെ പോയായിരുന്നു. നിങ്ങൾ ഒരു സൈഡിൽ, ഞാൻ ഇതിൽ വരച്ചേക്കുന്ന പോലെ ഒരു ബോൾ എടുത്ത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പോയി ഇടിച്ചിട്ട് നേരെ തിരിച്ച് ഇങ്ങോട്ടല്ല വരുന്നത്, പകരം ഇങ്ങനെ പോയി ഇടിച്ചിട്ട് അങ്ങോട്ടാണ് തെറിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ 30 ഡിഗ്രിയിലല്ല വരുന്നത്, പകരം നോർമലായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നോക്കാം നമുക്ക് രണ്ട് രീതിയിലും എങ്ങനെയായിരിക്കും നമുക്ക് ഇമ്പൾസും ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്, എങ്ങനെയായിരിക്കും നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതിനെ കേസ് നമ്പർ 1 എന്ന് വിളിക്കാം, ഇതിനെ കേസ് നമ്പർ 2 എന്ന് വിളിക്കാം. ഓക്കെ, ഫോർ 1. ഓക്കെ, നമുക്ക് എന്തറിയാം? നമുക്ക് ആദ്യം അറിയാം ഇത് വരുന്ന, ഇതിന്റെ മാസ് m ആണെന്ന് എടുക്കാം. കൺസിഡർ മാസ് m മാസ് ആണെന്ന് കരുതുക. ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി u, ഇനീഷ്യൽ വെലോസിറ്റി u ആണെന്ന് കരുതുക. ഓക്കെ, നമുക്ക് ഇതിനെ രണ്ട് ആക്സിസ് ആയി തിരിക്കാം. എപ്പോഴും ഞാൻ പറഞ്ഞു ഫോഴ്സ് എപ്പോഴും നോർമലായിട്ടാണ് വരുന്നത്. അപ്പോൾ നോർമലായ ഒരു ആക്സിസ് ഉണ്ട്, മുകളിലോട്ടൊരു ആക്സിസ് ഉണ്ട്. ഇതിന് y ആക്സിസ് എന്നും ഇതിന് x ആക്സിസ് എന്നും ഞാൻ പറയുവാണ്. രണ്ട് രീതിയിലും ഇതിന് x ആക്സിസ് എന്നും ഇതിന് y ആക്സിസ് എന്നും പറയുവാണ്. ഓക്കെ, ആദ്യത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ബോളിനെ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഫസ്റ്റ് ബോളിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് x ആക്സിസിൽ എനിക്ക് എന്ത് പറയാം? ആദ്യം ഇനിഷ്യൽ PI ഇനിഷ്യൽ ഇൻ x ആക്സിസ് എന്ന് ഞാൻ പറയുവാണ്. അതായത് മൊമെന്റം ഇൻ ഇനിഷ്യൽ മൊമെന്റം ഇൻ x ആക്സിസ്. x ആക്സിസിലെ ഇനിഷ്യൽ മൊമെന്റം എങ്ങനെ പറയാം? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്, m ഇൻറ്റു u ആണ് അതിൻ്റെ വെലോസിറ്റി. അത് x ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് അതിൻ്റെ ജസ്റ്റ് കമ്പോണൻ്റ് ഒന്നും എടുക്കേണ്ട, ജസ്റ്റ് ഡയറക്റ്റ്ലി m ഇൻറ്റു u, അല്ലെങ്കിൽ cos 0 ഡിഗ്രി ആണ്. അപ്പോൾ ആ ഡയറക്ഷനിലെ കമ്പോണൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ mu ഇൻറ്റു cos 0 എന്ന് തന്നെ എടുക്കണം, അത് mu തന്നെയാണ്. അപ്പോൾ ഇനിഷ്യൽ മൊമെന്റം ഇൻ x ഡയറക്ഷൻ എന്ന് പറയുന്നത് mu ആണ്. ഫൈനൽ മൊമെന്റം ഇൻ x ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇത് നേരെ വന്ന് മുട്ടി നേരെ തന്നെ തിരിച്ചു പോകും. ഓക്കെ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫൈനൽ മൊമെന്റ് എന്ന് പറയുന്നത് -mu ആയിരിക്കും, അല്ലെങ്കിൽ muവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. രണ്ടാമത് പോകുന്ന അതേ സ്പീഡിലായിരിക്കും തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഫറെൻറ്റ് ആംഗിൾസ് ടു ഗെറ്റ് റിഫ്ലക്റ്റഡ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ സ്പീഡ്. ഇപ്പോൾ സ്പീഡിൽ ചേഞ്ച് ഒന്നും ഇല്ലാതെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവിടെ മാസും ചേഞ്ച് ഒന്നും ആവത്തില്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് -mu എന്ന് എനിക്ക് പറയാം. ഇനി അതേ തന്നെ y ആക്സിസിൽ ഞാൻ നോക്കുവാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? PI എന്ന് ഞാൻ പറയുവാണ്. y ആക്സിസിലെ ഇനീഷ്യൽ മൊമെന്റം. ഇതിന് y ആക്സിസിന് കമ്പോണന്റ് ഒന്നും ഇല്ല, കാരണം ഇത് പാരലൽ ടു x ആക്സിസ് ആണ്, 0 ഡിഗ്രി വിത്ത് x ആക്സിസ് ആണ്. y കമ്പോണന്റ് എടുക്കണമെങ്കിൽ ഇൻറ്റു സൈൻ 0 ചെയ്യണം. mu മൊമെന്റം ഇൻറ്റു സൈൻ 0, സൈൻ 0 തന്നെയാണ്, അപ്പോൾ ഇത് 0 ആയിരിക്കും. PF y ഡയറക്ഷനിൽ എടുത്തു കഴിഞ്ഞാലും അതും 0 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം നോക്കാം. ചേഞ്ച് ഇൻ മൊമെന്റം x ഡയറക്ഷനിൽ എത്രയാണ്? ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം. അപ്പം -mu എന്ന് പറഞ്ഞാൽ -2mu. ഓക്കെ, ഇനി അടുത്ത y ആക്സിസിൽ പറയുവാണെങ്കിൽ 0 - 0, അത് 0 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, ഇമ്പൾസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? x ആക്സിസിൽ മാത്രമേ എനിക്ക് ചേഞ്ച് ഇൻ മൊമെന്റം ഉള്ളൂ, y ആക്സിസിൽ ചേഞ്ച് ഇൻ മൊമെന്റം ഇല്ല എന്ന് എനിക്ക് കിട്ടി. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് x ആക്സിസിൽ കൂടെ തന്നെയാണ്. അങ്ങനെ പ്രൂവ് ആയി. അത് ന്യൂട്ടൺസ് തേർഡ് ലോ വെച്ചാണ് നമുക്ക് പ്രൂവ് ആയത്. ഇനി സെക്കൻഡ് നോക്കുക, സെക്കൻഡ് ബോളിന്റെ കേസ് നോക്കുക. ഒരിക്കൽ കൂടി x ആക്സിസിൽ ഞാൻ നോക്കുവാണ്. ഓക്കെ, x ആക്സിസിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, PI x എന്ന് ഞാൻ എഴുതുവാണ്. ഓക്കെ, ഒരിക്കൽ കൂടി രണ്ടാമത്തെ ബോളിന്റെ ഇനിഷ്യൽ മൊമെന്റം. രണ്ടാമത്തെ ബോളിന്റെ ഇനിഷ്യൽ മൊമെന്റം പറയണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, x ആക്സിസുമായി 30 ഡിഗ്രി ആണ് അതിന് വരുന്നത്. അപ്പോൾ x കമ്പോണന്റിനെ എനിക്ക് ഇൻറ്റു cos 30 എഴുതാം. അപ്പോൾ ഇത് mu cos 30 ആണ്. ഫൈനൽ മൊമെന്റം ഇൻ x ഡയറക്ഷൻ ഞാൻ പറയുവാണ്. x ഡയറക്ഷനിലെ ഫൈനൽ മൊമെന്റം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇത് പോസിറ്റീവ് x ഡയറക്ഷൻ ആണെങ്കിൽ ഇപ്പുറത്തോട്ടാണ് വരുന്നത്. ആദ്യം ഇങ്ങോട്ടായിരുന്നു പോയത്, രണ്ടാമത് ഇങ്ങോട്ടായിരുന്നു വരുന്നത്. അതായത് x കമ്പോണന്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഇങ്ങോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, രണ്ടാമത്തെ x കമ്പോണന്റ് എടുത്താൽ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നെഗറ്റീവ് ആവും, -mu cos 30 ആയിരിക്കും. ഇനി y ആക്സിസ് എടുക്കുവാണ് ഞാൻ, PI ഇൻ y ഡയറക്ഷൻ. ഓക്കെ, അത്
ഒരിക്കൽ കൂടി, ഈ പോകുന്ന വെലോസിറ്റി വെക്ടർ അതിന്റെ മൊമെന്റത്തിന്റെ y കമ്പോണന്റ് ഞാൻ എടുക്കാൻ പോവാണ്. ഓക്കെ, y കമ്പോണന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർക്കുക, ആ തരുന്ന മൊമെന്റത്തിന്റെ വാല്യൂ ഇൻറ്റു കോസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എക്സ് ആക്സിസിലെ കമ്പോണന്റ് കിട്ടി. ആ കിട്ടുന്ന മൊമെന്റത്തിന്റെ വാല്യൂ ഇൻറ്റു സൈൻ 30 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് y ഡയറക്ഷനിലെ കമ്പോണന്റ് കിട്ടും. ഇത് മനസ്സിലാവാത്തവർ ചാപ്റ്റർ നമ്പർ 2 പോയി നോക്കുക. നമ്മൾ അവിടെ വെക്ടേഴ്സിന്റെ സെഷനിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അവയുടെ ലിങ്ക്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇത് താഴോട്ടാണ് പോകുന്നത്, y ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. പക്ഷെ ഇതിന്റെ y കമ്പോണന്റ് എടുത്തു കഴിഞ്ഞാൽ താഴോട്ടായിരിക്കും വരുന്നത്. താഴോട്ടാണ്, കാരണം ഇത് താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന്റെ y കമ്പോണന്റ് താഴോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് -mu sin 30 എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, ഈ താഴെ ഉള്ളതിന്റെ y കമ്പോണന്റ് പി ഫൈനലിന്റെ y കമ്പോണന്റ് എടുക്കുവാണ്. ഓക്കെ, ഈ ഫൈനലിന്റെ y കമ്പോണന്റ് എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇതിന്റെ y കമ്പോണന്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അതും താഴോട്ടായിരിക്കും വരുന്നത്. y പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ താഴോട്ട് പോകുന്ന y നെഗറ്റീവ് ആയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ അതും -mu sin 30 ആയിരിക്കും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇതിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം നമ്മൾ പറയുവാണ്, അതായത് ഇമ്പൾസ് കണ്ടുപിടിക്കുവാണ്, ചേഞ്ച് ഇൻ p. ഓക്കെ, ഒരിക്കൽ കൂടി എക്സ് ആക്സിസിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? mu cos 30 മൈനസ് ഓഫ് -mu cos 30 എന്ന് പറഞ്ഞാൽ 2mu cos 30 ആണ്. ഓക്കെ, അതായത് എക്സ് ഡയറക്ഷനിൽ 2mu cos 30 ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ട്. ഓക്കെ, y ആക്സിസ് നോക്കുക, y ആക്സിസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -mu sin 30 മൈനസ് ഓഫ് -mu sin 30. അത് പ്ലസ് ആയി, ഇത് മൈനസ് ആയി, അപ്പോൾ 0 ആയിപ്പോയി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് പ്രൂവ് ആവുന്നത്? ഒരിക്കൽ കൂടി നമ്മൾ തേർഡ് ലോ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസിൽ ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ട്, y ആക്സിസിൽ ചേഞ്ച് ഇൻ മൊമെന്റം ഇല്ല. എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എക്സ് ആക്സിസിലൂടെയും ഇതിന് കിട്ടുന്ന റിയാക്ഷൻ എക്സ് ആക്സിസിൽ കൂടെ തന്നെ ആയിരിക്കും. ഓക്കെ, ഒരിക്കൽ കൂടി ദാറ്റ് പ്രൂവ്സ് ദി തേർഡ് ലോ. ഇത്രയും കാര്യങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ട്സ് ആയിട്ട് എഴുതിയെടുത്തോളാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നിങ്ങൾ നോട്ട്സ് എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോയിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷൻ, മറ്റൊരു ഡെമോൺസ്ട്രേഷനിലോട്ട് നമുക്ക് പോവാം. അപ്പാരൻറ്റ് വെയിറ്റ് ഇൻ എ ലിഫ്റ്റ് അല്ലെങ്കിൽ എലിവേറ്റർ. ലിഫ്റ്റ് നമ്മളെല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാവും. മുകളിലോട്ടും താഴോട്ടും കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന, നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി, നമ്മളെയും സാധനങ്ങളെയും കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീൻ തന്നെയാണ് ലിഫ്റ്റ്, അല്ലെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എലിവേറ്റർ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ ലിഫ്റ്റിൻ്റെ അകത്ത് ഒരാൾ നിൽക്കുവാണ്. ഓക്കെ, ലിഫ്റ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടുന്ന പോലെ അനുഭവപ്പെടാം. നല്ല സ്പീഡിൽ മുകളിലോട്ട് പോകണം, നല്ല ആക്സലറേഷൻ മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അതേപോലെ നമ്മൾ ലിഫ്റ്റ് നല്ല ആക്സലറേഷൻ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പൊങ്ങുന്ന പോലെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മുടെ വെയിറ്റ് കുറയുന്ന പോലെ തോന്നാറുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് അത് അനുഭവപ്പെടുന്നത്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതേപോലെ ഇപ്പോൾ ഫ്രീ ഫോളിലാണെന്നുണ്ടെങ്കിൽ, അതായത് മുകളിൽ നിന്ന് താഴെ എടുത്ത് ചാടുന്നു, അല്ലെങ്കിൽ ആ ലിഫ്റ്റ് വെറുതെ വീഴുവാണെന്ന് വിചാരിക്കോളാം. അപ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? നമുക്ക് വെയിറ്റേ ഇല്ലാതെ പോലെ നമ്മൾ പാറി പറന്ന് നടക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ലെറ്റ് എ മാൻ വിത്ത് മാസ് m സ്റ്റാൻഡ് ഓൺ എ വെയിങ് മെഷീൻ ഓൺ ആൻ എലിവേറ്റർ. ഓക്കെ, ഞാൻ നിൽക്കുവാണ്, എലിവേറ്ററിൽ നിൽക്കുവാണ്, ലിഫ്റ്റിൽ നിൽക്കുവാണ്. എൻ്റെ താഴെ ഒരു വെയിങ് മെഷീൻ ഉണ്ട്, എൻ്റെ കാലിൻ്റെ അടിയിൽ ഒരു വെയിങ് മെഷീൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ വെയിങ് മെഷീനിൽ എൻ്റെ മാസമായിരിക്കും അത് കാണിക്കുന്നത്. എൻ്റെ ആയ എൻ്റെ മാസം, എനിക്ക് 60 kg ഉണ്ടെന്ന് വിചാരിക്കുക, 60 kg ആയിരിക്കും കാണിക്കുന്നത്. എങ്ങനെയാണ് അത് കാണിക്കുന്നത്? ദ ആക്ച്വൽ വെയിറ്റ് ഇസ് mg ദാറ്റ് ആക്ട്സ് ഡൗൺവേർഡ്സ്. താഴോട്ട് mg ആയിരിക്കും നിൽക്കുന്നത്. ഞാൻ എന്താ ഇങ്ങനെ നിൽക്കുവാണെന്ന് വിചാരിക്കുക, ഞാൻ ഇവിടെ വരച്ച് കാണിക്കുവാണ്. ഓക്കെ, ഞാൻ ഇവിടെ നിൽക്കുവാണ്, എൻ്റെ വെയിറ്റ് താഴോട്ടായിരിക്കും. ഓക്കെ, പക്ഷെ എൻ്റെ വെയിറ്റിന് ഇത് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ ഇതിന് യാതൊരു കഴിവുമില്ല. പകരം ഈ മെഷീൻ എന്തായിരിക്കും ആക്ട് ചെയ്യുന്നത്? എൻ്റെ വെയിറ്റ് താഴോട്ട് മെഷീനിൽ ആക്ട് ചെയ്യുമ്പോൾ ഈ മെഷീൻ മുകളിലോട്ട് ഒരു ഫോഴ്സ് തരും ബൈ ന്യൂട്ടൺസ് തേർഡ് ലോ. ഞാൻ എന്ത് ഫോഴ്സ് താഴോട്ട് കൊടുക്കുന്നു, എൻ്റെ വെയിറ്റ് ആണ് എൻ്റെ ഫോഴ്സ്, അത് ഞാൻ താഴോട്ട് ഞാൻ കൊടുക്കുമ്പോൾ, മെഷീനിലോട്ട് കൊടുക്കുമ്പോൾ മെഷീൻ മുകളിലോട്ട് ഒരു ഫോഴ്സ് തരും. അതാണ് റിയാക്ഷൻ ഫോഴ്സ് എന്ന് നമുക്ക് പറയാം, R എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഓക്കെ, അപ്പോൾ ദ വെയിങ് മെഷീൻ വിൽ ഓഫർ എ റിയാക്റ്റീവ് ഫോഴ്സ് R. ഓക്കെ, ആ റിയാക്റ്റീവ് ഫോഴ്സിനെ വെച്ചായിരിക്കും ഈ വെയിങ് മെഷീനിൽ ആ റീഡിങ് കാണിക്കുന്നത്. കാരണം എൻ്റെ വെയിറ്റ് അല്ലാതെ ഡയറക്റ്റ്ലി ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് അതിന് മെഷർ ചെയ്യാൻ യാതൊരു വകുപ്പും ഇല്ല. പകരം അത് മെഷർ ചെയ്യുന്ന എന്തായിരിക്കും, എത്രത്തോളം റിയാക്റ്റീവ് ഫോഴ്സ് അത് കൊടുക്കുന്നു എന്നായിരിക്കും അത് നോക്കുന്നത്. എന്നിട്ട് അത് വെച്ചായിരിക്കും അത് എൻ്റെ വെയിറ്റ് കാണിക്കുന്നത്.
ഓക്കെ, ആ റിയാക്റ്റീവ് ഫോഴ്സ് നമുക്കറിയാം. ആ റിയാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് mg ആയിരിക്കും, മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഫോഴ്സ് ആണ്, അതൊരു ഫോഴ്സ് ആണ്. m ഇൻറ്റു എ, എം എന്ന് പറയുന്നത് എൻ്റെ മാസ്, അവിടെ വരുന്ന എ ആക്സലറേഷൻ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ആണ്. അപ്പോൾ താഴോട്ടുള്ള ഫോഴ്സ് mg ആണ്, മുകളിലോട്ടുള്ള റിയാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് mg ആയിരിക്കും. ഈ നെഗറ്റീവ് mg അതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എന്നിട്ട് അതിനെ ഡിവൈഡഡ് ബൈ g ചെയ്തായിരിക്കും അതിൻ്റെ റീഡിംഗ് ആയിട്ട് അത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ വെയിങ് മെഷീൻ വിൽ ഓഫർ എ റിയാക്റ്റീവ് ഫോഴ്സ് ആർ വിച്ച് ഇസ് ഡിസ്പ്ലേഡ് ഇൻ ദ മെഷീൻ. അതായിരിക്കും അത് മെഷീനിൽ കാണിക്കുന്നത്. അത് ഫോഴ്സ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും അതിനെ മാസ് ആക്കിയിട്ടായിരിക്കും ഡിവൈഡഡ് ബൈ g ചെയ്തായിരിക്കും അത് കാണിക്കുന്നത്. ഓക്കെ, സോ ആർ ഈസ് ദ അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ മാൻ. അപ്പോൾ അതിന് അനുഭവപ്പെടുന്ന ആ മെഷീനിന് അനുഭവപ്പെടുന്ന ഫോഴ്സിനാണ് അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത്. മുകളിലോട്ടുള്ള ആറിനെയാണ് നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈ ഓരോ കേസ് നമ്മൾ പറയാൻ പോകുന്നത് ലിഫ്റ്റിലുള്ള ഓരോ കേസ്. അപ്പോൾ ലിഫ്റ്റിൽ ഞാനിങ്ങനെ നിൽക്കുന്നു. ആദ്യത്തെ കേസ് ഇതാണ്, വെൻ ദ ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്വേർഡ്, മുകളിലോട്ട് ലിഫ്റ്റ് പോവാണ്, ഒരു ആക്സലറേഷൻ എയിൽ പോവുകയാണെന്ന് കരുതുക. ഓക്കെ, ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് വിചാരിക്കാം. താഴോട്ട് ഒരു mg ഫോഴ്സ് ഉണ്ട്, റിയാക്റ്റീവ് ഫോഴ്സ് മുകളിലോട്ട് ആർ ആക്റ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? ശ്രദ്ധിക്കുക, റിയാക്റ്റീവ് ഫോഴ്സ് ആറും മുകളിലോട്ടാണ്, എ ആക്സലറേഷനും മുകളിലോട്ടാണ്, ലിഫ്റ്റ് മുകളിലോട്ട് പോവുകയാണ്, മുകളിലോട്ട് ആക്സലറേറ്റ് ചെയ്യുവാണ്. വെറുതെ സ്പീഡിൽ പോയാൽ പോരാ, ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ കോൺസ്റ്റന്റ് സ്പീഡിൽ അല്ല പോകുന്നത്, പകരം തുടങ്ങുമ്പോൾ ആക്സലറേറ്റ് ചെയ്ത് ഒരു സ്പീഡ് അറ്റൈൻ ചെയ്യാണ്ട് ആക്സലറേറ്റ് ചെയ്യുന്നു. ആ ഒരു അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് വിത്തിൻ ബ്രാക്കറ്റ്സ് നമുക്ക് എഴുതാം ആക്സലറേറ്റിംഗ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആർ മൈനസ് എം ജി എന്ന് പറയുന്നതായിരിക്കും മുകളിലോട്ടുള്ള ഫോഴ്സ്. അത്രയും ഫോഴ്സ് കൊടുത്താലേ മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എം എ എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, ഇതിന് ഇപ്പുറത്ത് കൊണ്ടുപോയാൽ എനിക്ക് എന്തെഴുതാം? ആർ ഇസ് ഈക്വൽ ടു എം ജി പ്ലസ് എം എ, അല്ലെങ്കിൽ എം ഇൻറ്റു ജി പ്ലസ് എ എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ എനിക്കുണ്ടാവുന്ന അപ്പാരൻറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ആർ എന്ന് പറയുന്നത് എൻ്റെ മാസ് ഇൻറ്റു സാധാരണ എം ജി ആണ് എനിക്ക് ഉണ്ടാവാറുള്ള വെയിറ്റ്. പക്ഷേ ലിഫ്റ്റ് മുകളിലോട്ട് പോകുമ്പോൾ ആ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആർ മൈനസ് എം ജി ഈക്വൽ ടു എം എ എന്നെടുത്താലേ എനിക്ക് അത്രയും ഫോഴ്സ് ആയിരിക്കണം ലിഫ്റ്റിൽ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ എൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എം ഇൻറ്റു ജി പ്ലസ് എ ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് ലിഫ്റ്റ് മുകളിൽ പോകുമ്പോൾ നമുക്ക് ഒരു വെയിറ്റ് കൂടിയ പോലെ ഒന്ന് അനുഭവപ്പെടുന്നത്. എപ്പോഴാണ്? ആക്സലറേറ്റ്, മുകളിലോട്ട് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ. രണ്ടാമത്തെ കേസ്, വെൻ ദ ലിഫ്റ്റ് മൂവ്സ് ഡൗൺവേർഡ്സ് ഡീസലറേറ്റ്സ് ഓർ ആക്സലറേറ്റ്സ് ഡൗൺവേർഡ്സ്. ഓക്കെ, അങ്ങനെയുള്ള കേസസിൽ ഒരിക്കൽ കൂടി ഞാനിവിടെ നിൽക്കുവാണ്, മുകളിലോട്ട് അപ്പാരൻറ്റ് വെയിറ്റ് ഉണ്ട്, താഴോട്ട് എം ജി ഉണ്ട്, താഴോട്ടായിരിക്കും ആക്സലറേഷൻ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തെഴുതാം? ഒരിക്കൽ കൂടി ആർ മൈനസ് എം ജി ഇസ് ഈക്വൽ ടു മൈനസ് എം എ എന്നെനിക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ആറിനെ എങ്ങനെ എഴുതാം? ആർ ഇസ് ഈക്വൽ ടു എം ജി മൈനസ് എം എ, അല്ലെങ്കിൽ എം ഇൻറ്റു ജി മൈനസ് എ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെഴുതാം? ആർ ഇസ് ഈക്വൽ ടു എം ജി മൈനസ് എം എ, അല്ലെങ്കിൽ എം ഇൻറ്റു ജി മൈനസ് എ എന്നെനിക്ക് എഴുതാം. അപ്പോൾ ആദ്യം എനിക്ക് സാധാരണ അനുഭവപ്പെടേണ്ടത് എം ജി ആണ് അനുഭവപ്പെടേണ്ടത്. പക്ഷേ ആദ്യത്തെ കേസിൽ മുകളിലോട്ട് ആക്സലറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എം ഇൻറ്റു ജി പ്ലസ് എ അനുഭവപ്പെട്ടു. അപ്പോൾ എൻ്റെ വെയിറ്റ് കൂടിയ പോലെ എനിക്ക് തോന്നി, അല്ലെങ്കിൽ ആ വെയിങ് സ്കെയിലിൽ അതിനുള്ള റിയാക്ഷൻ അത്രയും കൂടും. ഓക്കെ, രണ്ടാമത്തെ കേസിൽ താഴോട്ട് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലിഫ്റ്റ് ഡീസലറേറ്റ് ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നത്? എം ജി ആർ മൈനസ് എം ജി ഇസ് ഈക്വൽ ടു നെഗറ്റീവ് എം എ, താഴോട്ടാണ് ഫോഴ്സ് വരുന്നത്. ഓക്കെ, അപ്പം മൈനസ് എം എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ എം ഇൻറ്റു ജി മൈനസ് എ ആയി അപ്പോൾ ഉള്ള ആക്സലറേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വെയിറ്റ് കുറഞ്ഞ പോലെ അനുഭവപ്പെടുന്നു. ഇനി വെൻ ദ ലിഫ്റ്റ് ഈസ് അറ്റ് റെസ്റ്റ് ഓർ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആവാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാനിവിടെ നിൽക്കുവാണ്, മുകളിലോട്ട് ആറുണ്ട്, താഴോട്ട് എം ജി ഉണ്ട്, ആക്സലറേഷൻ ഒന്നുമില്ല, എ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എനിക്ക് ആർ മൈനസ് എം ജി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയാം. കാരണം എന്താ? ആക്സലറേഷൻ 0 ആണ്, എം എ എന്ന് പറഞ്ഞാൽ 0 ആണ്, എം ഇൻറ്റു 0 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെഴുതാം? ആർ ഇസ് ഈക്വൽ ടു എം ജി. അപ്പോൾ റെസ്റ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ വെയിറ്റ് അതേപോലെ തന്നെ അനുഭവപ്പെടും. ഇനി ലാസ്റ്റ് കേസ്, ഡ്യൂറിങ് ഫ്രീ ഫോൾ. ശ്രദ്ധിക്കുക, ഞാൻ നിൽക്കുന്നു, മുകളിലോട്ട് ആറുണ്ട്, താഴോട്ട് എം ജി ഉണ്ട്, താഴോട്ട് നമ്മൾ വീഴുവാണ്. എന്ത് സ്പീഡിലാണ് വീഴുന്ന? ഫ്രീ ഫോൾ എന്ന് പറയുമ്പോൾ വെറുതെ വീഴുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റി തന്നെ പിടിച്ച് വലിക്കുവാണ്. അപ്പോൾ അത്രയും തന്നെ ആക്സലറേഷൻ ഉണ്ടാവും. അപ്പോൾ എ ഇസ് ഈക്വൽ ടു ജി ആണ്. അപ്പോൾ ആ കേസിൽ നമുക്ക് എന്ത് എഴുതാം? ആർ മൈനസ് എം ജി ഇസ് ഈക്വൽ ടു നെഗറ്റീവ്, താഴോട്ട് നെഗറ്റീവായിട്ട് എടുക്കുവാണ്, എം ജിന് നെഗറ്റീവ് എടുത്തു, താഴോട്ടാണ് ഇപ്പുറത്തും വരുന്ന ആക്സലറേഷൻ, എം എക്ക് പകരം എ ജി തന്നെയാണ്. അപ്പോൾ നെഗറ്റീവ് എം ജി എന്ന് എനിക്ക് പറയാം. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു
ഈ എം ജി അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് എം ജി ആയി. അപ്പോൾ പ്ലസ് എം ജി മൈനസ് എം ജി മൈനസ് എം ജി 0 ആയിരിക്കും. അപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത് വെയ്റ്റ്ലെസ്നെസ് ആയിരിക്കും, അല്ലെങ്കിൽ തൂക്കമില്ലായ്മ ആയിരിക്കും എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ 4 കേസസ് വന്നത്. അങ്ങനെയാണ് ഫ്രീ ഫോൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് ഇല്ലാതെ അനുഭവപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേജർ റീസൺ ന്യൂട്ടൺസ് തേർഡ് ലോ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ആദ്യം ഇമ്പൾസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം തന്നെയായിരിക്കും ഇമ്പൾസ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ന്യൂട്ടൺസ് തേർഡ് ലോ നോക്കി, ന്യൂട്ടൺസ് തേർഡ് ലോൻ്റെ പ്രോപ്പർട്ടീസ് നോക്കി, എങ്ങനെയായിരിക്കും റിയാക്റ്റീവ് ഫോഴ്സസ് വരുന്നത് നോക്കി. അത് വെച്ച് ലിഫ്റ്റിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്തായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്തായിരുന്നു. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദയവേത് അത് കമൻസിൽ എഴുതുക. ഞാൻ കമൻസ് വായിച്ച് നിങ്ങളുടെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.